നിങ്ങൾ പറഞ്ഞ ഈ പ്രതാപനെ ചികിത്സിച്ചത് ഈ ഞാൻ തന്നെയാ. അയാൾ പാതി മയക്കത്തിൽ വീണ സമയത്ത് എന്നോട് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മോഹിനി എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഉണ്ടായിരുന്നു ഡോക്ടറെ, മഹാലക്ഷ്മി. അവളെ ഞാനൊരു മകളായിട്ടൊന്നും കണ്ടിരുന്നില്ല. അതവിടെ നിൽക്കട്ടെ, ഇവിടെ തന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു വാമദേവൻ. അയാൾ കൊലയാളിയാണെന്നൊക്കെ താൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ട് ഡോക്ടറെ, ഉണ്ട്. അത്യാവശ്യം ഗുണ്ടായസോ അടിപിടിയോ ഒക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കുണ്ടായിരുന്നു. കൊട്ടേഷൻ ഏറ്റെടുത്ത് ചില കലാപരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാ ഒരു ദിവസം അവൻ എൻ്റെ അടുത്തോട്ട് വന്നത്, ആ വാമദേവൻ. എന്നിട്ട് എന്നിട്ട് എന്താ എന്താ വാമേട്ടാ? പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല. ഇപ്പോ മണലും സ്പിരിറ്റും ഒക്കെ ഈ ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ടോ? ഓ, ജീവിക്കണ്ടേ വാമേട്ടാ? ജീവിക്കണം. ജീവിക്കുമ്പോ നന്നായിട്ട് തന്നെ ജീവിക്കണം. അതിനൊരു കോളുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാ പറഞ്ഞോ. എടോ, മണലും സ്പിരിറ്റുമായിട്ട് വരുന്ന സമയത്ത് ആരെങ്കിലും ലോറി തടയാൻ ശ്രമിച്ച താൻ അവരുടെ ദേഹത്തൂടെ വണ്ടി കയറ്റി പോവില്ലേ? പോവില്ലേ എന്നല്ല, അങ്ങനെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് എന്നെ ആ പണിക്ക് വെച്ചവര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വ്യക്തമായിട്ട് കേൾക്കണം. ഓ, കാര്യം ഭംഗിയാക്കിയ നല്ല ഒരു തുക കയ്യിലോട്ട് വെച്ചു തരാം. അതും തൻ്റെ ലോറിയുമായിട്ട് എങ്ങോട്ടെങ്കിലും മാറിക്കോ. ഇവിടെ തീയും പുകയൊക്കെ അടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആ വണ്ടിയുടെ നമ്പർ പറയേ. KL 19G 4444. 44. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കാണുന്നതേ വാമേട്ടൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത കേൾപ്പിക്കാനായിരിക്കും. ഇതാ അഡ്വാൻസ് വെച്ചു. എണ്ണി നോക്കടാ. കുറയില്ലെന്നറിയാം, കുറഞ്ഞ ചോദിക്കാനും അറിയാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് നടന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ജീവിതമില്ല. നടന്നാലോ ഞാൻ ചിന്തിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളോടും. അപ്പോ അന്ന് താൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തു അല്ലേ? അതെ, കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല ഡോക്ടറെ, വിധി നടപ്പിലാക്കുകയും ചെയ്തു. ഈ പറയുന്ന വിശ്വാസനെ കൊന്നു അല്ലേ? ആ, അതെ. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിശ്വനാഥൻ തീർന്നു. അയാളുടെ ബൈക്കിലുണ്ടായിരുന്ന പയ്യൻ ദൂരെ തെറിച്ച് വീണെങ്കിലും അവൻ മരിച്ചില്ല. അവൻ്റെ അരയ്ക്ക് താഴ്പോട്ട് തളർന്നുപോയി. എന്നിട്ട് ആ സമയത്ത് എല്ലാത്തിനും സാക്ഷിയായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലെ കുട്ടിയുണ്ടായിരുന്നു, മഹാലക്ഷ്മി. ഞാൻ ലോറിയും കൊണ്ട് പോകുമ്പോൾ അവളെയും കൂടെ കൂട്ടാറുണ്ടായിരുന്നു. എനിക്ക് ഭക്ഷണം വിളമ്പി തരാനും വെള്ളം എടുക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ ലോറിയിൽ മണലടിച്ചിട്ട് വരുന്ന സമയത്താ പെട്ടെന്ന് വാമദേവൻ വിളിച്ചിട്ട് പറയുന്നേ, വിശ്വനാഥൻ്റെ മോൻ്റെ പിറന്നാളായിട്ട് അച്ഛനും മോനും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് രാത്രിയിൽ ഇന്ന സ്ഥലത്തൂടെ വരുന്നുണ്ടെന്ന്. അത് നല്ലൊരു അവസരമായിട്ട് കണ്ട് ഞാൻ ആ സമയത്ത് തന്നെ പോയി. അന്ന് ഭാഗ്യത്തിന് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അതുകൊണ്ട് ആ അപകടം ആരും അറിഞ്ഞില്ല. $20 വർഷം മുമ്പുള്ള സംഭവമാണ്. എന്നിട്ടിപ്പോ സമനില തെറ്റിയ സമയത്ത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുവാണല്ലേ? ഞാൻ നടക്കുന്നതല്ല ഡോക്ടറെ, എന്നെ അങ്ങനെ നടത്തിക്കുക വിശ്വനാഥൻ.
എന്റെ ശരീരത്തിൽ ഇപ്പോ മരിച്ചവൻ കയറി കൂടിയിരിക്കുക. അവനാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നേ. ഇതൊക്കെ ചെയ്ത ശേഷം തനിക്ക് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ലേ? എന്റെ ഡോക്ടറെ, പിന്നെ അതേപ്പറ്റി ഒന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. അതാ വഴിക്ക് അങ്ങ് പോയി. അതിന് നല്ല പൈസയും കിട്ടിയില്ലേ? ആ, തരക്കേടില്ലാത്ത പൈസ കിട്ടിയ ഡോക്ടറെ. അതുകൊണ്ട് ഞാൻ അന്നത്തെ കാലത്ത് ഒരു ലോറി വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഒന്നിന്റെ സ്ഥാനത്ത് 6-7 ലോറിയായി. അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് മണലടിക്കാനും പാറയടിക്കാനും ഒക്കെ തുടങ്ങി. അതും കഴിഞ്ഞിട്ടാ കോറി വാങ്ങുന്നേ. ഇപ്പോ ഒരു 4-5 കോറിയുണ്ട്. വലിയ ബിസിനസ്സുകാരനായി അല്ലേ? ഏയ്, എന്നൊന്നും പറഞ്ഞൂടാ. എങ്കിലും അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി ഡോക്ടറെ. പക്ഷേ ദൈവത്തിന്റെ കളിയാണോന്ന് അറിയത്തില്ല. വർഷങ്ങൾക്ക് ശേഷം എന്റെ പൊന്നുമോളുടെയും അവളുടെ ദാസിയായിട്ട് നിന്നിരുന്ന മഹാലക്ഷ്മിയുടെയും കല്യാണം ഒന്നിച്ചാ നടന്നത്. മഹാലക്ഷ്മിയെ കിട്ടിയത് ആ കൊച്ചനാ ഡോക്ടറെ. അവനാ ഡോക്ടറെ, കണ്ണൻ. അന്ന് വിശ്വനാഥനോടൊപ്പം ബൈക്കിൽ പോയപ്പോ അപകടം പറ്റിയ അവന്റെ മോനില്ലേ, ആ പയ്യനാ മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ട് വന്നത്. അത് ശരി. അതെങ്ങനെ സംഭവിച്ചു? അതിന്റെയൊക്കെ കാരണക്കാരൻ ആ ദ്രോഹിയ, ആ വാമദേവൻ. അവന്റെ പെങ്ങളാണല്ലോ വിശ്വനാഥന്റെ ഭാര്യ. പെങ്ങടെ മോന് എന്റെ മോളെ കൊടുത്തപ്പോ മഹാലക്ഷ്മിക്ക് ഒരു ജീവിതം ആയിക്കോട്ടെ എന്നങ്ങ് കരുതി. അതിലുപരി അരയ്ക്ക് താഴോട്ട് തളർന്ന് വീൽ ചെയറിലിരിക്കുന്ന അവനെ അവള് തരക്കേടില്ലാതെ നോക്കുന്നൊക്കെ കരുതിയാ അങ്ങനൊരു ബന്ധം ചെയ്തു വെച്ചേ. അത് പിന്നെ എനിക്കും എന്റെ മോക്കും ഒക്കെ കോടാലിയായെന്ന് വേണം പറയാൻ. കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇവനൊക്കെ സമനില തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാ നല്ലത്. അല്ല, എന്താ ഇപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കാൻ കാരണം? ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അന്ന് ആ ലോറി ആക്സിഡന്റിൽ മരിച്ചത് എൻ്റെ അച്ഛനാ. അച്ഛനൊപ്പം യാത്ര ചെയ്തിരുന്ന കണ്ണൻ എന്ന ആ പയ്യൻ ഞാൻ തന്നെയാ. ആ ആക്സിഡന്റോടെയാ എൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയത്. പക്ഷെ ഇപ്പം ആ തളർച്ചയില്ല. ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓ, അപ്പോ മഹാലക്ഷ്മി താങ്കളുടെ ഭാര്യയാണല്ലേ? അതെ. ഞങ്ങൾ സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്ന കണ്ടിട്ട് അയാൾക്കും അയാളുടെ അമ്മയ്ക്കും മകൾക്കും അതത്ര സുഖിച്ചില്ല. അതെ, അതേപ്പറ്റി അയാൾ വാ തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മകൾക്ക് സേവ ചെയ്യാനായിട്ടാണ് മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ടതെന്നും, എന്നാൽ അങ്ങനെയുള്ള ആദ്യ ഭാര്യയുടെ മകള് കയറി വന്ന കുടുംബത്തിലെ റാണിയാണെന്നൊക്കെ അയാൾ പാതി മയക്കത്തിലാണെങ്കിലും ദേഷ്യത്തോടെയാ പറഞ്ഞത്. അതിന്റെ വിഷമങ്ങൾ ഇപ്പോഴും എൻ്റെ ഭാര്യ അനുഭവിക്കുകയാണ് ഡോക്ടർ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ ഇങ്ങോട്ട് വരുന്നേ. അയാളുടെ മകൾ പൂർണ്ണ ഗർഭിണിയായി എൻ്റെ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിന് മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടു. അതിനിടയിലാ പ്രതാപനാണ് എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെന്ന് അറിയാമെങ്കിലും അതിലെൻ്റെ അമ്മാവനായ വാമദേവനും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതൊന്നുകൂടി ഉറപ്പിക്കാനാ ഞാൻ ഡോക്ടറെ തേടി വന്നത്. ഈ വാമദേവൻ എന്നെ ഇടയ്ക്ക് കാണാൻ വന്നിരുന്നു. അപ്പോ ഞാൻ അറിഞ്ഞ കഥകളൊക്കെ അയാളോട് ചോദിച്ചു. അയാൾ ആ സമയത്ത് എൻ്റെ കാല് പിടിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ ചികിത്സയുടെ ഭാഗമല്ലേന്ന് കരുതി ഞാൻ ഒന്നും പുറത്തു പറഞ്ഞില്ല. പക്ഷെ ഇനി അത് മൂടിവെക്കാനാവില്ല ഡോക്ടർ. സ്വന്തം പെങ്ങളെ എൻ്റെ അച്ഛന് വിവാഹം കഴിച്ച് കൊടുത്തിട്ട് ആ പെങ്ങളെ വിധവയാക്കുക വാമദേവനെന്ന് ആങ്ങള ചെയ്തത്. പിശാചു കൂടി സാത്താൻ കയറിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുക ഡോക്ടർ. പ്രതാപന്റെ മനസ്സിൽ അയാളുടെ മകളുടെ ഉയർച്ച മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയുടെയും ആ കുട്ടിയുടെ കുടുംബത്തിന്റെ തകർച്ചയും
അയാൾ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ഇനി അതല്ല സംഭവിക്കാൻ പോകുന്നത്. അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെ തകർച്ചയാ. അയാളുടെ മകളുടെ കണ്ണീര് അയാൾക്കിനി പലതവണ കാണേണ്ടി വരും. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മിസ്റ്റർ കണ്ണൻ. അത്രത്തോളം നിങ്ങളെ ഉലച്ച സംഭവങ്ങളാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതാപനും വാമദേവനും കൂടി ഉണ്ടാക്കിയത്. ഞാൻ നന്നേ ചെറുപ്പമായതുകൊണ്ടാ എനിക്കൊരു രണ്ടാനമ്മയെ എൻ്റെ അച്ഛൻ കൊണ്ടു തന്നത്. അതും ഈ വാമദേവൻ പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തതിന് ശേഷമാണ് അച്ഛനൊരു രണ്ടാം വിവാഹത്തിന് സമ്മതിച്ചത്. എന്നാ സ്വന്തം പെങ്ങളെ എൻ്റെ അച്ഛന് കൊടുക്കുമ്പോൾ വാമദേവന്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ്റെ കണക്കറ്റ സ്വത്തുക്കളായിരുന്നു. അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാ എൻ്റെ അച്ഛനെ വകവരുത്താനായിട്ട് അയാൾ തീരുമാനിച്ചത്. പക്ഷേ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്ക്. കണക്ക് പറഞ്ഞില്ലേ, എല്ലാത്തിനും കാലം കണക്ക് പറഞ്ഞില്ലേ. വാമദേവന്റെ മകനിപ്പോ ഗതികെട്ട അവസ്ഥയിലാ. അപകടത്തിൽപ്പെട്ട് ഞാൻ വീൽ ചെയറിലായതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലാ. അതൊക്കെ ദൈവം കരുതി വെച്ച ശിക്ഷ തന്നെയാ ഡോക്ടറെ. എന്റെ ഭാര്യ ഇപ്പോ ഹോസ്പിറ്റലാ. അതിന് കാരണക്കാരിയായവൾ കരയണം. അവളുടെ അച്ഛന്റെ അവസ്ഥ ഉണ്ട്. ഇനിയാണ് പ്രതാപനും വാമദേവനും ഒക്കെ കേസ് പറഞ്ഞ് മുടിയാൻ പോകുന്നത്. ഇനിയിപ്പോ ഉണ്ണിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മോക്ക് പറ്റുമോടാ? ഇനി അവള് തിരിച്ചു പോയാ മുമ്പരത്തെക്കാളും കഷ്ടമായിരിക്കും നമ്മുടെ മോളുടെ അവസ്ഥ. അവൻ അവളെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കരുതിയതേ ഇതിനോടകം പോലീസുകാർ ഇവിടെ വരുമെന്നാ. അവര് വന്നു കഴിഞ്ഞാലേ എന്നെ മാത്രമല്ല മോളെയും ചിലപ്പോൾ കൂട്ടിക്കൊണ്ടു പോയിന്ന് വരുമേ. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ എന്നെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുന്നേ? അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റുമോ മോളെ? എന്ന് വെച്ചാ മോള് പറഞ്ഞു കേട്ടിടത്തോളം ആ വീഴ്ച ഒരു 1.5 വീഴ്ചയായിരിക്കും. അയ്യോ പോലീസ്! അച്ഛാ, എന്നെ കൊണ്ടുപോകുമെന്നാണോന്ന് അറിയത്തില്ല. പ്രതാപ, മോളെ അകത്ത് നോക്കിയോ? പ്രതാപ, അയ്യോ സാറേ, ഞങ്ങളുടെ കൊച്ചൊരു പാവമാ സാറേ. അവൾക്ക് അറിയാതെ ഒരു കൈപ്പട സംഭവിച്ചു പോയതാ. അതിന് നിങ്ങളുടെ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. പിന്നെ അവളും അപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയ്യോ ഇല്ല സാറേ. പിന്നെന്താ ഇവരിങ്ങനെ പറഞ്ഞത്? അത് പിന്നെ സാറുമാരെ കണ്ടപ്പോഴുള്ള വെപ്രാളത്തിൽ പറഞ്ഞു പോയതാ. അതെ. നീ ഒന്ന് വണ്ടി കയറ്. എന്തിനാ സാറേ? എന്താണെന്ന് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? എടാ, നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയില്ലല്ലേ? കിളവിയെ നോക്കി സമയം കളയാതെ വന്ന് കയറാ. ചെല്ലു മോനെ, ഇവര് തല്ലുന്നതിന് മുമ്പ് ചെല്ല്. വാടാ, നടക്കാം അവിടെ. അയ്യോ, വേറെ കൊണ്ടുപോവാ. എന്റെ ദൈവമേ.
കേറടാ. കേറ്, കേറടാ. നീ ഇരിക്കടാ അങ്ങോട്ട്. കണ്ണിച്ചോരയില്ലാത്ത എസ് ഐ അവനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. മോളുടെ അച്ഛനെ കൈ കിട്ടി കഴിഞ്ഞാലേ അയാൾ ഇടിച്ചു പഞ്ചറാക്കി കളയും. എന്ന് മാത്രമല്ല, കണ്ണനോടും അവന്റെ കൂട്ടുകാരോടും ഒക്കെ വലിയ മതിപ്പുള്ള കൂട്ടത്തിലാ ആ എസ് ഐ. അതെനിക്ക് അറിയാലോ മുത്തശ്ശി. അയാളപ്പോ കേസ് കൊടുത്തു കാണുമല്ലേ? കൊടുത്തു കാണും. ഇനി എനിക്കെതിരെ കേസ് കൊടുക്കോ? അയ്യോ, എനിക്കൊന്നും അറിയാൻ മേലേ. എന്തായാലും പ്രതാപം പെട്ട സ്ഥിതിക്ക് ഒരുത്തനും കൂടി കുടുങ്ങൂന്നുള്ള കാര്യം ഉറപ്പാ. ആ വാമദേവൻ എന്തായാലും പ്രതാപൻ അവന്റെ പേര് പറയും. പറയണം. അച്ഛൻ ഒറ്റയ്ക്കല്ലല്ലോ ഒന്നും ചെയ്തത്. അച്ഛനെ കൊണ്ട് അയാൾ ചെയ്യിച്ചതല്ലേ. അമ്മാവനും അനന്തരവന്മാരും തമ്മിൽ തെറ്റും. വാമദേവൻ കമലേശ്വരത്തെ സ്വത്ത് ഒരുപാട് മോഹിച്ച് നടന്നതാ. ഇപ്പോ അവന്റെ മോടെ കല്യാണം കണ്ണൻ നടത്തി കൊടുക്കുകയില്ല. അതിന്റെ കൂടെ ഒരുത്തനാണെങ്കിലേ മുകളിലോട്ട് നോക്കി കിടക്കുക. ഓ, അവനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല. അവനെ ചികിത്സിക്കാനും വേണ്ട മോളെ കാശ്. നമുക്ക് മാത്രം എന്താ മുത്തശ്ശി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്? എല്ലാം ആ ലക്ഷ്മിയുടെ അവിടെ അമ്മയുടെ പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രണ്ടും കൂടെ ഒരു വഴിക്കാക്കി. ഇനിയിപ്പോ വരുന്നത് എന്താന്ന് വെച്ചാൽ അനുഭവിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? മുത്തശ്ശി, എങ്ങനെങ്കിലും അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ഓ, നമ്മൾ അതിനു വേണ്ടി എത്ര പണം ഒഴുക്കിയാലും അതിന്റെ ഇരട്ടി ഒഴുക്കും കണ്ണൻ. അവനും അവന്റെ കൂട്ടുകാരനും വക്കീലായതുകൊണ്ടേ വക്കീല് ഫീസ് പോലും കൊടുക്കണ്ട. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും പ്രതാപനില്ലാത്ത ഈ വീട് ഉറങ്ങിയ വീടാ. ഇതൊക്കെ മുന്നിൽ കണ്ടോണ്ട് അവൻ പറഞ്ഞത് ലക്ഷ്മിയും കണ്ണനും ഒക്കെ പറയുന്നത് അങ്ങ് അനുസരിച്ചോളാൻ. അതിനിടയിൽ പ്രതാപൻ എന്തെങ്കിലും ഒരു മാർഗം ഒപ്പിച്ചതിന് കണ്ണന് ലക്ഷ്മിയും തകർക്കാനായിട്ട്. ഇനി എന്ത് ചെയ്താലും അവന് ഇതിൽ കൂടുതൽ ശിക്ഷയൊന്നും കിട്ടത്തില്ലല്ലോ. അതിനിടയ്ക്ക് മോള് അമിതാവേശം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ഇങ്ങോട്ടേക്ക് വാടാ. സാറേ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാ സാറേ ഇത്. 10-20 കൊല്ലത്തെ പഴക്കമുണ്ട് സാറേ. അത് തന്നെയല്ലേ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? സാറേ, കണ്ണൻ ഇത് നേരത്തെ അറിഞ്ഞതാ. അന്ന് അപകടം ഉണ്ടായ സാഹചര്യമൊക്കെ ഞാൻ കണ്ണനോട് പറഞ്ഞതാ. അത് കണ്ണന് മനസ്സിലാവുകയും ചെയ്തതാ. പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നീ അത് മനസ്സിലാക്കി തരണം. എന്താ സാറേ? അതിനു വേണ്ടിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സാറേ, നടക്കടാ അങ്ങോട്ട്. അയ്യോ സാറേ, അയ്യോ സാറേ. നിന്റെ മോള പാവപ്പെട്ട പെങ്കൊച്ചിനെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടല്ലേ? അയ്യോ, അങ്ങനെ ബുദ്ധിമോശം അവളെ കാണിച്ചു പോയി സാറേ. അത് കേസാക്കിയിട്ടില്ല കണ്ണൻ ഇതുവരെ. പക്ഷെ കേസാക്കിയില്ലെങ്കിലും പുറത്ത് ഞങ്ങൾ പോലീസുകാരെക്കാൾ ഭീകരന്മാരായ ചിലരുണ്ട്. മാർക്കുടെ കാര്യം നിനക്കറിയാമല്ലോ. അവര് മിക്കവാറും നിന്റെ മോളെ അമ്മയൊക്കെ വലിച്ചു കീറും. അയ്യോ,
എന്റെ മോളൊരു പാവോ സാറേ. അതെ, നീ വളർത്തിയ മോളല്ലേ? അപ്പൊ അവള് പാവമായിരിക്കും, പഞ്ചപാവം. ആ, ഏതായാലും നീ വാ. നിന്നെ കാത്ത് ചിലരൊക്കെ ഇവിടെ ഉണ്ട്. വാടാ ഇങ്ങോട്ട്. ആ. പോടാ. അങ്ങോട്ട് പോടാ. നോക്കടാ ആരാ വന്നതെന്ന്. പ്രതാപൻ. അന്നത്തെ ആ ലോറി ആക്സിഡന്റിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തായിരുന്നോ? ആ ലോറി ആക്സിഡന്റിൽ പ്രതികളായവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേറാ. ഇനിയിപ്പോ 10-20 വർഷം മുമ്പ് നടന്ന കേസാണെങ്കിലും എങ്ങനെ നടന്നു, എന്തിനു നടന്നു എന്നൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല സാറേ. ഞാൻ കൊട്ടേഷൻ തന്നൊക്കെ യവൻ വെറുതെ പറയുന്ന. അല്ലല്ല, വെറുതെ ഒന്നും അല്ല സാറേ. ശരിക്കും ഇവൻ എനിക്ക് കൊട്ടേഷൻ തന്ന. അതിനെന്തെങ്കിലും തെളിവുണ്ടോടാ? അതിന്റെ തെളിവാണിവൻ. ഇവനിടയ്ക്ക് സമനില തെറ്റിയായിരുന്നല്ലോ. വിശ്വനാഥൻ എന്നയാളെ അപകടപ്പെടുത്തിയതിനു ശേഷം ഈ അടുത്തിടയ്ക്ക് ആ വിശ്വനാഥന്റെ പ്രേതം ഇവന്റെ ദേഹത്ത് കയറിയല്ലോ. ആ സമയത്ത് വിശ്വനാഥനെ കൊന്നത് ഇവനാണെന്ന് വിളിച്ചു കൂവിയായിരുന്നോ?